ഹലോ ഫ്രണ്ട്സ്, ഫുഡ്4 പീപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഐക്കൂറ മീൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മീനോട് അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോണ്. കല്ല് കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. തലവിട്ടാ പോണം നമ്മൾ. തിരികടാ, എന്താ ബ്ലഡ്. ചെളുക്ക കൂടുതലില്ലാത്ത മീനാണിത്, ഐക്കൂറ. ഇതിന് മേലെ മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പ്രൊഫഷണൽസ് ഒന്നുമല്ല മീൻ കട്ടിങ്ങിൽ. അറിയുന്ന പോലെ ഒരു ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊന്ന് എടുത്ത് കളയാം. ഇതാണ് മുട്ട മീനിൻ്റെ. എന്താ വലുത് സാധനം? നല്ല ക്ലീൻ ചെയ്തത്. അയ്യവാ, തിരിക്കും മീന്. സംഭവം ചെറിയ മീനാണെങ്കിൽ ഒറ്റയ്ക്ക് തിരിക്കായിരുന്നു. കുറച്ച് വലുതായതുകൊണ്ട് തിരിക്കാൻ കുറച്ച് പാട്. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യണം. ഓക്കെ. ഓ, ഇത് ഞാൻ അങ്ങ് എടുക്കുക കേട്ടോ. ഈ വാൽ തന്നെ ഒരു 4 കിലോ വരും അല്ലേ? 4-5 കിലോ വരും. അയ്യോ, ചന്തം. ബോക്സ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ആദ്യം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സംഭവം. ഒറ്റ മുള്ളില്ല കേട്ടോ മീനിൽ. പിന്നെ ആകെ മുള്ളെന്ന് പറയാൻ ഉള്ള ഒരൊറ്റ എണ്ണമാണ്. അതാണെങ്കിൽ ചിക്കൻ്റെ ഉള്ള എല്ല് പോലെ. അപ്പോൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാം. നന്നായി വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അടിപൊളി. നമുക്ക് മീൻ വറുത്തെടുക്കാനായിട്ട് ആദ്യം മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് 3 നമ്മൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചി അരച്ചെടുത്തത്, വെളുത്തുള്ളി അരച്ചെടുത്തത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇളക്കാൻ മെയിൻ സ്വലാഹാണ്. സ്വലാഹ് ഇളക്കാൻ പോലെ ആർക്കും ഇളക്കാൻ പറ്റില്ല, ഭയങ്കര ഇളക്കലാണ് അത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അടുത്ത നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
നാരങ്ങയും കൂടെ നമുക്ക് മസാലയിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി മീനിൽ മസാല തേക്കുക. എല്ലാം ഇവിടെ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായി തേച്ച് കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. നമുക്ക് ഉള്ളി വറുക്കാനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഷെയിൽ ഉള്ളി വറുത്തോണ്ടിരിക്കുകയാണല്ലേ? ഉള്ളി ഉണ്ട്, അടിപൊളിയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇനി മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി ഉള്ളിയും വറുത്തെടുത്ത എണ്ണയുണ്ട്. ആ എണ്ണയിൽ നമുക്ക് മസാല തേച്ച് വെച്ച മീനും വറുത്തെടുക്കാം. നല്ല മണമല്ലേ സോല? നല്ല മണമുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ സൊലാനെ അനുകരിച്ച് നോക്കിയതാണ് ചിരിച്ചിട്ട്. പറ്റുന്ന കേട്ടോ. എങ്ങനെയാ സൊല? എങ്ങനെ? അടുത്ത് ബിരിയാണി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചട്ടി വെക്കാം. ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയുള്ളി അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി പേസ്റ്റ് ഇട്ടാലോ? അതുകൊണ്ട് ഇഞ്ചി പേസ്റ്റ് ഒരു അല്പം. ഇനി അല്പം മല്ലിത്തഴ. അപ്പോൾ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരം മുളക് അരച്ചെടുത്തത്. തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല, പിന്നെ കുരുമുളക് ചതച്ചെടുത്തത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉള്ളി നന്നായി വണക്കിയെടുത്തത്. സാജീരകം, ജാതിക്ക, ജാതിപത്രി, ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇത് പൊടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ ഫിഷ് ബിരിയാണിക്കുള്ള ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഇതാ നമുക്ക് ഇറക്കി വെക്കരുത്.
അരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി റൈസ് തയ്യാറാക്കാനായിട്ട് ചട്ടി വെക്കാം. ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് നെയ്യാണ്. അടുത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. തക്കോലം, ജാതിപത്രി, ബേ ലീവ്സ്, ഉണക്കനാരങ്ങ, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഉള്ളി നമുക്കിതിലേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇടാം. മല്ലി പുതിന നമുക്കിതിലേക്ക് ഇടാം. പച്ചമുളക് നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നമുക്കിതിലേക്ക് ഇടാം. ഇനി ഈ വെള്ളം നമുക്ക് തിളയ്ക്കാൻ വെക്കാം. നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത അരിയാണ്, അത് നമുക്കിതിലേക്ക് ഇടാം. അടുത്ത് നമുക്കിതിലേക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ദമ്മ് ഇടാം. അപ്പോൾ ചട്ടി ഒന്ന് ഇറക്കി വെക്കാം. അയ്യോ മണം എന്താ മണം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള റൈസ് നമ്മൾ എടുത്തത് മലബാർ റൈസാണ്. 8 കിലോ അരിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി, പിന്നെ അതുപോലെ മീൻ വറുത്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ദമ്മിടണം നോക്കാം. ആദ്യം മീൻ നമ്മൾ ആ ഗ്രേവിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്ക് ഈ ചോറ് നന്നായി ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ദമ്മിടാൻ എടുക്കാം. നല്ല മണം വരുന്നുണ്ടല്ലേ. ഫിഷ് ദം ബിരിയാണി. ഓ, കേൾക്കുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം കൊണ്ട് വരും. ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് കടക്കാം. ആദ്യം മസാല ചോറിന് മേലെ നമുക്ക് ഇടാം. ഇനി നമുക്ക് അടുത്ത ലെയർ ചോറ് വെച്ച് കൊടുക്കാം. മഞ്ഞൾ കലക്കിയ വെള്ളം നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് ഈ ചോറിൻ്റെ മുകളിലായിട്ട് മല്ലി പുതിന ഇട്ട് കൊടുക്കാം. വറുത്ത ഉള്ളി നമുക്കിതിലേക്ക് ഇടാം. അതുപോലെ വറുത്തെടുത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്ക് ഇടാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ദമ്മിടാം. അപ്പോൾ നമുക്ക് ബിരിയാണി ദമ്മിന് വെക്കാനായി കുറച്ച് വിറകൊക്കെ വെച്ച് കനലാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പോൾ നമ്മൾ മേലെ കനൽ വെച്ച പോലെ താഴെ നമ്മൾ സിമ്മിലാക്കിയിട്ട് കത്തിക്കുന്നുണ്ട് ഗ്യാസ്. അപ്പോൾ കത്തിയ കനൽ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. നമുക്കൊന്ന് എടുത്തു മാറ്റാമോ? പൊളിഞ്ഞില്ലേ? അയ്യോ, എന്താ മണല്ലേ ശീലേ. സുഖല്ലേ? ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ചോറിനെ നന്നായി ഇളക്കി വിടാം.
ഹൈവാ നമുക്ക് റൈസ് ഒന്ന് സൈഡാക്കിയിട്ട് ആ ഗ്രേവി പീസ് നമുക്ക് അങ്ങനെ എടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് മാത്രം നമുക്ക് ആദ്യം എടുത്ത് വെക്കാം അവിടെ. സെറ്റ് മീനിങ്ങനെ ചക ചക ചകാന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ? ഓക്കെ. ചോറ് ഗ്രേവി മീനും ഒരു രക്ഷയില്ല, അടിപൊളി. സെറ്റിൽ സോളാ അടിപൊളി. ബിരിയാണിക്ക് ടേസ്റ്റും മീനും ചേർത്ത് അടിക്കണം. മീൻ ചേർത്ത് അടിച്ച് നോക്ക്, ഒരു രക്ഷയില്ല മോനെ. ഇതിൽ നമ്മൾ ദമ്മിടാത്ത മീൻ വെച്ചിട്ടുണ്ട്. ഇതാ വറുത്ത മീൻ പൊരിച്ചത്, അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി അല്ലേ ഫിഷ് ബിരിയാണി സെറ്റ്. എടുക്കാച്ചി ശരിക്കും നമ്മൾ കുറേ ദിവസമായി ഈ ഒരു ബിരിയാണി പ്ലാൻ ചെയ്തിട്ട്, ഫിഷ് ബിരിയാണി. പക്ഷെ മീൻ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കിട്ടിയത്. അടിപൊളി സാധനം. ഈ മീൻ പ്രത്യേക കാരണം മുള്ളു കുറവാണല്ലോ അല്ലേ? മുള്ളു തീരില്ല, ഒരു എല്ല് പോലുള്ള കട്ടിയുള്ള ഒരു മുള്ളു. മുള്ളു ഇല്ല ഇല്ലതാ. അപ്പോൾ സുഖമായി കടിച്ച് തിന്നാം, പേടിക്കണം. മുള്ളിങ്ങനെ എടുത്തെടുത്താൽ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എടുക്കുക, ഒന്നും പറയില്ല, പൊളി. അപ്പോൾ ഈ മീൻ കറക്റ്റ് ഒരു 16.5 കിലോ തൂക്കമുള്ള മീൻ. അപ്പോൾ ഇതിലും അടിപൊളി റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.